ഇപ്പോൾ വരാൻ പോകുന്നത് മറ്റേ ഫ്രീ ഇപ്പോൾ വരാൻ പോകുന്നത് ഫ്രീ ഡാൻസ് എന്ന് പറഞ്ഞൊരു ഐറ്റം സോങ് ഇതിൽ അല്ലോചന അല്ലോചന ഐറ്റം സോങ് ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിനെ ഒരു വെട്ടിക്കാനായിട്ട് നമ്മൾ ആ ഒരു ഐറ്റം സോങ് ഒരു ബോളിവുഡിൽ നിന്ന് നടക്കത്തില്ല അടിയില്ല അവനോടെ കൊണ്ട് നടക്കത്തില്ല അറിയപ്പെടാൻ നടക്കത്തില്ല അങ്ങനെയല്ല മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ അവര് നമുക്ക് പണിയില്ല മലയാളികളെല്ലാം അങ്ങനെയാണോ? പക്ഷെ ഇനിയിപ്പോ കൺട്രോൾ ചെയ്യാൻ ഞാൻ കൺട്രോൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വന്നുകയും ചെയ്യും. ഒരാളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അത് നമുക്ക് തിരിച്ചു. അപ്പൊ നമ്മൾ ഏറ്റവും നന്നായി പെരുമാറിയാൽ ഏറ്റവും നന്നായി അത് നമ്മളോട് പെരുമാറും. സോഷ്യൽ മീഡിയയിൽ മറ്റേ ഒരുപാട് എന്താ പറയാ നടന്മാരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് നടന്മാരെ ഫിഗർ ചെയ്യുന്ന ഒരുപാട് എന്താണ് പറയുന്നത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇപ്പോൾ ഒരുപാട് മറ്റേ ഫിഗർ ചെയ്യുന്ന ആൾക്കാരെ ഫേമസ് ആയി വരുന്നുണ്ട്. ഇപ്പോൾ ചാക്കോച്ചോടെ ഫിഗർ ചെയ്ത വ്യക്തി ഫേമസ് ആയി, പിന്നെ ഫഹദ് ഫാസിൽ, പിന്നെ ടൊവിനോ, അങ്ങനെ ഒരുപാട്. പക്ഷേ ദിലീപേട്ടൻ്റെയൊക്കെ ഫിഗർ ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ദിലീപേട്ടൻ്റെ അതുപോലെ കുറ്റം പറയുന്നതല്ല, പക്ഷെ ദിലീപേട്ടൻ്റെ ഫിഗർ ചെയ്യുന്ന ചെറുപ്പക്കാരുകൾ സോഷ്യൽ മീഡിയ അത്ര വൈറലാകുന്നില്ല. കാരണം ഇപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു, ഇപ്പോൾ ദിലീപേട്ടൻ അത്യാവശ്യം സിനിമകളുണ്ട്, അത്യാവശ്യം ഫെയിമും അത്യാവശ്യം ഫിനാൻഷ്യലി സെറ്റിലാണ്. പക്ഷേ 30 വർഷം മുന്നേ സ്വന്തം പെങ്ങന്മാരെ കടിച്ചുവിടാൻ പോലും പൈസ ഇല്ലെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. മനസ്സിലായി. അത് തരണം ചെയ്ത ദിലീപേട്ടൻ ജനപ്രിയ മേഖലയിലേക്ക് എത്തിയത് ഒറ്റയ്ക്ക് വൈകിട്ട്. അതിനോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ പറയുന്ന പോലെയൊക്കെ തന്നെയാണ്. പെട്ടെന്ന് ഫെയിം കിട്ടാൻ വേണ്ടി ചെയ്താൽ ചോദ്യം മാത്രം ഉത്തരം പറയാൻ അവസരമില്ല. അതായത് എന്താ പറയുക, അവസരങ്ങളുണ്ട്. അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം. നല്ല രീതിയിൽ അവിടെ ആക്ടിങ് മെയിൻ ക്യാരക്ടറായിട്ട് കമ്മിങ് ആണ്. ഇല്ല, മേ ബി നെക്സ്റ്റ് മന്ത് ഓൾറെഡി കഴിഞ്ഞു. ചേട്ടൻ്റെ പടത്തിലേ നമ്മൾ അഭിനയിച്ചായിരുന്നു ബാഡ് ബോയ്സ്.